എന്നെ നിന്റെ ചേട്ടനെ അവമാനിച്ച് വല്ല എമ്പോക്കിയുടെയും കൂടെ ഇറങ്ങിപ്പോയി നീ ഒന്നും ഗതി പിടിക്കില്ലടി. ആ കാമദേവന്റെ കൂടെ ഇറങ്ങിപ്പോയിട്ട് നീ എന്താ ഉണ്ടാക്കിയേ? കമ്പനിയിലും തട്ടാൻകോപിയുടെ ബ്ലേഡിലും അവൻ പലിശയ്ക്ക് വാങ്ങിച്ച പണത്തിന്റെ കണക്ക് എനിക്ക് അറിയാടി. ചേട്ടത്തിമ്മ കയറിയിരിക്കുക. അവളുടെ ഒരു തക്കാരം. ആ കുറത്തി പറഞ്ഞിട്ടാ ഞാൻ അറിയണേ. മുമ്പ് പറഞ്ഞെങ്കിൽ ഈ നാട്ടിൽ കാലം ഒത്തിക്കില്ലായിരുന്നു. നീ കാരണം ചില്ലറ നാണക്കാടെന്നല്ല ഞങ്ങൾ സഹിക്കണേ. നീ ഇനി അനുഭവിക്കാൻ കിടക്കണേ ഉള്ളൂ. അറിഞ്ഞിട്ടുണ്ട് കെട്ടിലമ്മ കൊട്ടാരം വാങ്ങിച്ച് പാർക്ക് തുടങ്ങിയത്. അയാളിവിടെ വന്ന് നിന്നോട് എമ്പോക്കിയോട് പകരം ചോദിച്ചില്ല അച്ഛോ. എന്നെ താ ഞൊട്ടി വിളിച്ചോ. മന്ത്രിയുടെ ഗൺമാനപ്പ അയാള്, സൂക്ഷിച്ചോ. ഓലപ്പാമ്പ് കാണിച്ച പേടിക്കണ ഒരു കോന്തനുണ്ടല്ലോ വീട്ടില്, നിങ്ങളുടെ നായര്. ഈ തീയും പുകയൊക്കെ അവിടെ മതി. പകരം ചോദിക്കാൻ ഗൺമാൻ രാഘവൻ നായരല്ല, മന്ത്രി തന്നെ വന്നാൽ ഇവിടെ പുല്ല. ഏടത്തിയമ്മ ഇപ്പൊ വന്ന വഴിക്ക് തന്നെ പോണം. അല്ല, ഇവിടെ താമസിക്കാൻ വന്നതാ. തന്റെയൊക്കെ തറയെ ചവിട്ടിയാലേ കുളിക്കണം. കൊപ്രപ്പിണ്ണൊക്കെ എന്താ വഴക്ക് പറയാത്തെ? വഴക്ക് ഒന്നുമില്ല. അല്ല, എന്തുട്ടനപ്പ വഴക്കൊക്കെ പറയണേ? പെണക്കാ? ഹായ്, എന്തുട്ടന പെണങ്ങണേ? അതല്ല, എന്തോ പ്രശ്നമുണ്ട്. ഒഴിഞ്ഞു മാറി നടത്താം, വലിയ ഗൗരവം. ഡാൻസ് ക്ലാസ് കഴിയുമ്പോ വരാറുള്ളതാണല്ലോ. ഇപ്പൊ കാണാനേ ഇല്ലെന്ന് പറഞ്ഞ പോലെയാ. എന്താ? ഇങ്ങനെയൊക്കെ വരാനും കാണാനും വഴക്കടിക്കാനും നമ്മള് തമ്മിൽ എന്തുട്ട ബന്ധം? ഒന്നുമില്ല. ഇല്ലാന്ന് തോന്നുന്നുണ്ട്, ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ആലോചിക്കുമ്പോ ഒരു പിടിയും കിട്ടുന്നില്ലേ? ഞങ്ങളൊക്കെ വലിയ ആൾക്കാരല്ലേ. കോളേജിൽ പഠിത്തം, ഡാൻസ്, തറവാട്, പണം. മൂരിനെ നോക്കണേ, ചക്കാട്ടണേ കൊപ്രപ്പിണ്ണാക്ക ആരാ? നീ അങ്ങോട്ട് വിളിച്ചോട്. എന്തുട്ടപ്പം ഞാൻ ദേഷ്യം പിടിക്കണേ? ദേഷ്യം പിടിച്ച കൊപ്രപ്പിണ്ണാക്ക് പിണ്ണാക്കല്ലാണ്ടാവോ? മാറിയെടുക്കണു. ശരി തന്നെ ഞാൻ വിചാരിച്ചേ. ഇപ്പോഴല്ലേ മനസ്സിലായേ. പക്ഷെ ആന്റെ പിന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോ എനിക്ക് ആരില്ലാണ്ടായ പോലെ തോന്നിയത്, അറിയോ? കാര്യം കാര്യമായിട്ട് അങ്ങോട്ട് പറഞ്ഞപ്പോ എന്തിനാ കരയണേ? എന്ത് ബന്ധമുണ്ടെന്നപ്പോ ഞാൻ പറയാ. കൊപ്പര പിണ്ണാക്കിന്ന് വല്ലപ്പോഴും വിളിക്കണ കേൾക്കുമ്പോ ഒരു സുഖമുണ്ട്. ഇടയ്ക്കൊക്കെ വിളിച്ചോളൂ കേട്ടോ. ഞാനങ്ങോട്ട് വരായിരുന്നു. ചേട്ടായൊരു കാര്യം പറയണ്ടായിരുന്നു. ഒരു ബിസിനസ് കാര്യാണേ. എന്താ പറഞ്ഞോളൂ. അത് കുഴപ്പമില്ല, ഞാൻ പിന്നെ വരാം. ആ ചേട്ടായി അറിഞ്ഞാ നമ്മുടെ പട്ടാളം പറ സ്ഥലം വിട്ടു. കിട്ടേണ്ടത് കിട്ടിയപ്പോ പോകേണ്ടവർക്ക് പോവാലോ. ഇനി കുറച്ചു ദിവസം കഴിഞ്ഞൊരു വരവ് വരും. അത് സ്ഥിരം പതിവാ. ഈ വിരല് മടക്കി പിടിക്കണം. ഞാനിപ്പോ വരാട്ടോ. ചേട്ടത്തിയാരെ കേക്കണ, കുറച്ച് ചക്കര അങ്ങോട്ട് വീശപ്പോ ഏറെ പിടിച്ചിരുന്നങ്ങോട്ട് അളവിച്ചു. നിനക്കിത് നേരത്തെ ചെയ്യാറുന്നില്ലടാന്ന്. എന്നാ പിടിച്ചോ. റേഷൻ കാർഡ്, മണ്ണെണ്ണ പെർമിറ്റ്, കരണ്ട് കാർഡ്. ഇനി ഒരു വീശും കൂടെ അങ്ങോട്ട് വീശിയ ഈ വകുപ്പിനൊക്കെ നമ്മുടെ പഠിക്ക കെട്ടിടാം. പക്ഷെ കന്നാലോട് ഇതിലും ഭേദട്ടാ. എല്ലാവർക്കും ഇങ്ങനെയൊക്കെ ഉപകാരം ചെയ്തിട്ട് ആന്റപ്പൻ എന്താ കിട്ടണേ? ഇതിപ്പോ എന്തുട്ടാലും കിട്ടാൻ ആളോട് ഉപകാരം ചെയ്യണേ. ഈ ആന്റപ്പൻ ആരുമില്ലേ? പിണ്ണാക്ക്, കൊപ്പര പിണ്ണാക്കാ. പിന്നെ അങ്ങനെ ആർക്കെങ്കിലും നമ്മൾ ആവശ്യമാണെന്ന് കാണുമ്പോ തന്നെ ഇവിടെ തണവാ. ആന്റപ്പൻ ആരുമില്ലെന്ന് ആരാ പറഞ്ഞേ? പൊന്നുപോലത്തെ ഒരു ഇളയപ്പനുണ്ടല്ലോ. പിന്നെ ഞങ്ങളും. ഈ ചേച്ചിയാ അങ്കിളിനെ കൊപ്രപ്പിണ്ണാക്കേന്ന് വിളിക്കണേ. ചിലതൊക്കെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. വേണ്ട കുട്ടികളെ, ഓരോ മോഹങ്ങളും നേടുമ്പോ അതിനൊപ്പം വലിയ വെല്ലുവിളി ഉണ്ടാവും. നിങ്ങൾക്കൊന്നത് താങ്ങാൻ പറ്റില്ല. പിന്നെ എന്റെ ക്ലാസ് മുടക്കാനുള്ള ഇട വരുത്തരുത്. ആളുകളെ കൊണ്ട് പറയിപ്പിക്കോ? ഉണ്ടല്ലോ. ഒരു വാക്കിങ് പറഞ്ഞ നാളേക്ക് നാളെ എത്തിക്കാലോ. 3000 രൂപ ആദ്യം കേട്ടു, പിന്നെ 50 രൂപ ഇൻസ്റ്റാൾമെന്റ് അടച്ച് ടോട്ടല് അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പിറ്റേലും ഫ്രീ ആയിട്ട് കൊണ്ടരട്ടെ. ഹൈ, ഈ ചേർത്തേരെന്തൊന്നും മിണ്ടാത്തേ. വരുന്നു, നേരിട്ട് ചോദിച്ചോളൂ. അച്ഛാ, ഇൻസ്റ്റാൾമെന്റ് അങ്കിൾ ടിവി അഡ്ജസ്റ്റ് ചെയ്യത്രേ. വാങ്ങോ? നമുക്ക് ടിവി വാങ്ങച്ചാ.
എനിക്ക് ക്രിക്കറ്റ് കാണണം. ഇക്കാലത്ത് ടി വി ഇല്ലാത്ത വീട് കാണാൻ പറ്റില്ലേ? കുട്ടികളുടെ ഒരു ആഗ്രഹമല്ലേ? അപ്പൊ നാളെ കൊണ്ട് ഫിറ്റ് ചെയ്യാല്ലേ? 3000 മാത്രമേ ഉള്ളൂ കേട്ടോ, ബാക്കിയുള്ള അഡ്ജസ്റ്റ്മെന്റ് ആണെന്ന്. താൻ മനുഷ്യനെ വെറുതെ വിടില്ലല്ലേ? ഇപ്പൊ വേണ്ട. കാശ് ഇപ്പൊ ആരാ ചോദിച്ചേ? ഞാൻ ഒന്ന് ഫിറ്റ് ചെയ്യും. കാശ് മറ്റന്നാളോ പിറ്റന്നാളോ തന്നാ മതിയെന്ന്. എവിടുന്നാ ഇപ്പൊ ടി വി ഒക്കെ വാങ്ങാൻ കാശ് രഘുട്ടാ? വേറെ എന്തൊക്കെ വാങ്ങാനുണ്ട് നമുക്ക്? ശരിയാണ്, പക്ഷേ കുഞ്ഞിന്റെ കിങ്ങിണിയുടെ സന്തോഷം കണ്ടോ? അതല്ലാതെ നമുക്ക് വേറെന്താ ഉള്ളത്? കാശൊക്കെ എങ്ങനെയും ഉണ്ടാക്കാം. നമ്മൾ തമ്മിൽ ഇതിനു മുമ്പും ഒന്നിച്ച് ജീവിച്ചിണ്ടാവുന്ന തോന്നേ. അല്ല, രണ്ടാളുടെ ജീവിതം ഒരുപോലെ ഉണ്ടേ. ചക്കിന് ചുറ്റും തിരി തന്നെ തിരി തന്നെ തിരി തന്നെ തിരി തന്നെ. എന്തൊരു സുഖമുള്ള ജീവിതം അല്ലേ? ചിരിക്കല്ലേ ചിരിക്കല്ലേ, വലിയ രസമല്ലേ ഏട്ടാ കള്ളി. കൊപ്രപ്പിനൊക്കെ നെയ്യ വിളിച്ച ഓരോ തോന്നല്ലേ. കൊപ്രപ്പിനൊക്കെ കൊപ്രപ്പിനൊക്കെ പോവാ. കൊപ്പരപ്പെണ്ണാക്ക് ആരാ? പറടി ആരാന്ന്. എന്റെ ആ, എന്റെ പറഞ്ഞൂടങ്ങട്ട്. ഉം, എന്റെ ആ, എന്റെ പെൺ പോയി. രഘു, രഘു, നീ ഇങ്ങോട്ട് വന്നേ. എന്താ എന്ത് പറ്റി ചാക്കുണ്ണിയേട്ടാ? അതൊന്നും പറയണ്ട ഇഷ്ട. ഏതായാലും നീ ഒന്ന് സൂക്ഷിച്ചോട്ടോ. എന്താ കേട്ടിട്ട് പയക്കൊന്നും വേണ്ട. സംഗതി ആകെ പ്രശ്നമായിണ്ട്. കാര്യം പറ. കർത്താവ് കഴിഞ്ഞു തരുന്നത് 2 കൈയും നീട്ടി സ്വീകരിക്കണം എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടാ? കിട്ടിയിടപ്പ വാങ്ങി വെക്കുകയും ചെയ്തു. വന്നിണ്ട്, മനസ്സിലായ? കാലം വന്നിണ്ടെന്ന്. രാഘവൻ നായരേ, തൃത്തല്ലൂര് ഗോഡൗണിൽ അരി ഇറക്കാറുണ്ട്. ജീപ്പാ കൊണ്ടാ നിർത്തി അങ്ങോട്ട് പൊട്ടിക്കാനാ തുടങ്ങി. ഞാനായിട്ടാ നിന്നെ കൊണ്ടുപോയെന്നും ഇപ്പൊ കൊണ്ടുവന്നെന്നും ആരും ഒറ്റ കൊടുത്തിരിക്കണു. യൂണിയൻകാരുള്ളോണ്ട് ഒരു പൊടിക്ക് ജീവൻ കിട്ടിയെന്ന് പറഞ്ഞാ മതി. മോനെ, രക്ഷയ്ക്ക് വല്ലതും കരുതിക്കോട്ടോ. ആ പന്നി 2 കെട്ട ഇറക്കിറങ്ങിയിരിക്കണേ. എനിക്കിപ്പൊ തന്നെ ബാംഗ്ലൂർക്ക് പോണേ, ചരക്കെടുക്കാൻ്റെ. സൂക്ഷിച്ചോട്ടെ മോനെ. എന്താ ഇവിടെ ഒരു വണ്ടി വന്ന് ശബ്ദം കേട്ടുല്ലോ? നമ്മുടെ ചാക്കുണ്ണിയേട്ടനാ അന്ന് സാധനങ്ങൾ കൊണ്ടുവന്ന് കാശ് വാങ്ങാൻ വന്നതാ. അയാളല്ലേ കാശൊന്നും വേണ്ടെന്ന് പറഞ്ഞ്? അല്ല, ഇപ്പൊ എന്തോ അത്യാവശ്യം അത്രേ. മതി ടി വി കണ്ടത്, പോയി കിടക്കാൻ നോക്ക് കിങ്ങിണി. എന്നോട് കാശിന്റെ കാര്യം ഒന്നും രഘുവട്ടം പറയാറില്ല. അന്ന് ചേട്ടത്തിമ്മ വന്ന് പറഞ്ഞപ്പോ പേടിച്ചു പോയി. ബ്ലേഡിലും കമ്പനിയിലും ഒക്കെ കടം വാങ്ങിയ ഈ വീട് മേടിച്ചെന്ന് അസൂയ പറഞ്ഞാന്ന് എനിക്ക് തോന്നി.
അതെ, നീ ഇനി അതും ഇതും ആലോചിച്ച് വിഷമിക്കാൻ നിൽക്കണ്ട. അയാള് പിന്നെയും വന്നു തോന്നണേ. നീ പോയി കിടന്നോളൂ, ഞാൻ നോക്കിട്ട് വരാം. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിന്നെ ശരിക്കും നേരിട്ടൊന്ന് കാണണമെന്നുണ്ടായിരുന്നു. അന്ന് ഗുരുവായൂർ അമ്പലനടക്കിൽ വെച്ചിട്ട് തീരുമാനാണ്. എവിടാ എന്റെ പെണ്ണ്? ഞാനൊന്ന് ശരിക്കും കാണട്ടെ അവളെ. തന്റെ വീട്ടിൽ പെണ്ണുങ്ങളായിട്ട് ആരുമില്ലേ കാണാൻ ഇത്ര ആഗ്രഹം? ചെകുട്ട വേണ്ട, ആരെ? വേണ്ട രഘുവേട്ട. കേറി, ഓടി. ചെകുട്ട അകത്തേക്ക് വരെ. ചെകുട്ട, ഞാൻ പറയുന്നത്. ചെകുട്ട, 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 വാതിൽ തുറക്ക്. ഹായ്, എന്തൊരു സ്നേഹാവക്ക്. പുലി പുലി പോലെ ചീറല്ലേ. അവളെ ഇങ്ങോട്ട് ഇറക്കി വിടറാ. അടുത്തു വരരുത്. എല്ലാം നിർത്തി നല്ലവനായി ജീവിക്കാൻ തീരുമാനിച്ചിറങ്ങിയവനാ ഞാൻ. എന്നെ വിടക്കാക്കരുത്. നീ വെടക്കാവണ്ടാ. തൃശ്ശൂർ ഗസ്റ്റ് ഹൗസിൽ ഈ ഒരാഴ്ച ഞാനുണ്ട്. ഇടയ്ക്കൊക്കെ ഇങ്ങോട്ട് വരാം. നീ കരടായിട്ട് നിക്കാണ്ട് എനിക്കുള്ള നോണും ഫുള്ളും ഒക്കെ ഒരുക്കി വെച്ച് കുട്ടികളെയും കുട്ടി ഒന്ന് ചുറ്റിക്കറങ്ങാൻ പോടാ. നീ ആള് കൊള്ളാലോടാ മോനെ. പക്ഷെ എന്റെ പെണ്ണിനെ വെച്ച് അധികാരം പൊറുക്കാൻ പോടില്ലാട്ടാ. നായിന്റെ മോനെ, നിന്നെ കാണാൻ തന്നെ നാട്ടിലേക്ക് തിരിച്ചു വന്നത്. ഇനി നിനക്ക് അധിക ദിവസമില്ലെന്ന് കൂട്ടിക്കോ. പിന്നെ നീ എന്നെ മൂക്കി വലിക്കും. വരട്ടെ പെണ്ണേ, തീർന്നില്ല, ഞാൻ വീണ്ടും വരും. ഓടാ. ഇത് തന്നെ. ഓടി. ചേട്ടായി വന്നില്ലേ? ഇല്ല, എത്തിയിട്ടില്ല. ഹായ്, ഞാൻ കാശിന് വന്നോന്നല്ലാട്ടോ. ഇതൊക്കെ ഈ ഇൻസ്റ്റാൾമെന്റ് ഒരു അഡ്ജസ്റ്റ്മെന്റ് അല്ലേ? ഞാൻ പിന്നെ വരണുണ്ട്. ഇത് കുട്ടികൾക്ക് കൊടുത്തോളി. ഇത്തിരി കപ്പലണ്ടീന്റെ മിഠായിയ. അല്ല, രഘു വന്നില്ലേ? ഇല്ല. ഇന്ന് ഇവിടെ എവിടെയും കണ്ടില്ലല്ല. എങ്ങോട്ടാ പോകണമെന്ന് പറഞ്ഞ് രാവിലെ പോയതാ. സന്ധ്യയ്ക്ക് മുമ്പ് എത്താന്ന് പറഞ്ഞിരുന്നു. കാണാനില്ല. വരൂന്ന്. കുട്ടി ബേജാറാവണ്ട.
നമസ്കാരം. പ്രധാന വാർത്തകൾ. G15 ഉച്ചകോടിക്ക് ഇന്ന് കെയ്റോവിൽ തുടക്കം. റേഷൻ ഷോപ്പ് ഉടമകൾക്ക് ധനസഹായം ലഭ്യമാക്കുമെന്ന് ധനകാര്യമന്ത്രി. എക്സൈസ് മന്ത്രിയുടെ ഗൺമാൻ കൊല ചെയ്യപ്പെട്ടു. വാർത്തകൾ വിശദമായി. G15 രാഷ്ട്രങ്ങളുടെ 8ാമത് ഉച്ചകോടി തിങ്കളാഴ്ച കെയ്റോവിൽ ആരംഭിക്കും. ഇന്ത്യയുടെ പ്രതിനിധി സംഘത്തെ നയിക്കുന്നത് ഉപരാഷ്ട്രപതി ശ്രീ കൃഷ്ണൻകാന്താണ്. റേഷൻ ഷോപ്പ് ഉടമകൾക്ക് ധനസഹായം ലഭ്യമാക്കുമെന്ന് ധനകാര്യമന്ത്രി നിയമസഭയിൽ അറിയിച്ചു. എക്സൈസ് മന്ത്രിയുടെ ഗൺമാൻ ഔദ്യോഗിക കൃത്യനിർവഹണത്തിനിടയിൽ കൊല്ലപ്പെട്ടു. തൃശൂർ ഗസ്റ്റ് ഹൌസിൽ വെച്ച് അബ്കാരി സമരം ഒത്തുതീർക്കുന്നതിന് മുന്നോടിയായി മന്ത്രി ബന്ധപ്പെട്ടവരുമായി ചർച്ച നടത്തവെയാണ് സംഭവമുണ്ടായത്. കൊല്ലപ്പെട്ട രാഘവൻ നായർക്ക് 45 വയസ്സ് പ്രായമുണ്ട്. പരേതൻ മന്ത്രിയുടെ ഗൺമാനായി 5 വർഷം സേവനമനുഷ്ഠിച്ചിരുന്നു. ശരീരത്തിൽ 20ഓളം വെട്ടുകൊണ്ട മുറിവുകളോടെ ഗസ്റ്റ് ഹൌസിന് പിന്നിലെ ഒഴിഞ്ഞ സ്ഥലത്തു നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. മന്ത്രിക്ക് നേരെയുള്ള ഗൂഢാലോചനയുടെ ഭാഗമായാണ് കൊല നടന്നതെന്ന് പാർട്ടി വൃത്തങ്ങൾ ആരോപിച്ചു. മറിച്ച് മുൻ വൈരാഗ്യമാണ് കൊലപാതകത്തിന് പിന്നിലെന്നാണ് പോലീസ് ഭാഷ്യം. എന്താ ഇത്? എന്ത് പറ്റി? ഈശ്വര, എന്താ ഇത്ര വൈകി? എങ്ങട്ടാ പോയത്? സ്ത്രീകളിൽ അതിസുന്ദരിയായുള്ളവേ, നിന്റെ പ്രിയന് മറ്റ് പ്രിയന്മാരെക്കാൾ എന്ത് സവിശേഷതയുള്ളൂ? എന്റെ പ്രിയൻ പെൺമയും ചുവപ്പുമുള്ളവൻ, 10,000 പേരിൽ അതിശ്രേഷ്ഠൻ തന്നെ. അവന്റെ ശിരസ് അതിവിശേഷമായ തങ്കം, അവന്റെ കുറുനിരകൾ ചുരുണ്ടും കാക്കയെപ്പോലെ കറുത്തും ഇരിക്കുന്നു. അവന്റെ വായ് ഏറ്റവും മധുരമുള്ളത്. അവൻ സർവാംഗ സുന്ദരൻ തന്നെ.